ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൊബൈൽ ഫോൺ റീചാർജുകൾക്കായി ഇനി കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. കേട്ടപ്പോൾ ഞെട്ടിയോ? എങ്കിൽ സംഭവം സത്യമാണ്. രാജ്യത്തെ ടെലികോം സ്ഥാപനങ്ങൾ താരിഫ് വർധനയുടെ 4ാം ഘട്ടത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മത്സരാധിഷ്ഠിത അന്തരീക്ഷം, കനത്ത 5G നിക്ഷേപങ്ങൾക്ക് ശേഷം ലാഭം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, നിലവിലുള്ള സർക്കാരിന്റെ പിന്തുണ തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ ഓപ്പറേറ്റർമാർ വർധനവിന് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 25% വർധനവ് ഉണ്ടായേക്കുമെന്നാണ് ബ്രോക്കറേജ് ആക്സിസ് ക്യാപിറ്റൽ പറയുന്നത്. ഈ വർധനവ് നഗര ഗ്രാമീണ ഉപഭോക്താക്കളെ ഒരുപോലെ ബാധിക്കുമെന്നും നഗര ഉപഭോക്താക്കൾക്ക് ടെലികോം ചെലവ് 3.2% നിന്ന് 3.6% ഉയരാനും ഗ്രാമീണ ഉപഭോക്താക്കൾക്ക് 5.2% നിന്ന് 5.9% വർധനവ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 25% വർധനവിലൂടെ ഓരോ ഉപയോക്താവിനും ശരാശരി വരുമാനത്തിൽ 16% വളർച്ചയാണ് ആക്സിസ് ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്നത്. റിലയൻസ് ജിയോ മാർച്ചിൽ അവസാനിക്കുന്ന പാദത്തിൽ 181.7 രൂപയുടെ ARPU റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരതി എയർടെലും വോഡാഫോൺ ഐഡിയയും അവരുടെ മാർച്ച് പാദ നമ്പറുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2023 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ അവരുടെ ARPU യഥാക്രമം 208, 145 എന്നിങ്ങനെയായിരുന്നു. കൂടാതെ 2024 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ജിയോയുടെ മൊത്തം ആസ്തി 4,87,405 കോടി രൂപയായപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള അറ്റാദായം ഒരു വർഷം മുൻപുള്ള 4,716 കോടി രൂപയിൽ നിന്ന് 5,337 കോടി രൂപയായി ഉയർന്നിട്ടുമുണ്ട്. ഭാരതി എയർടെലിന്റെ ഏകീകൃത 4ാം പദ വരുമാനം 37,599 കോടി രൂപയാണ്. അതായത് അറ്റാദായം ഒരു വർഷം മുൻപത്തെ അപേക്ഷിച്ച് 31.1% കുറഞ്ഞു. പുതിയ വർധനവിൽ ഏറ്റവും നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഭാരതി എയർടെൽ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് താരിഫ് നിരക്കുകൾ ഉയർത്തുന്നത്. 2021 ഡിസംബറിലാണ് അവസാനമായി താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. 20%-ഓളമായിരുന്നു അന്നത്തെ താരിഫ് ഫീ വർധനവ്. അതായത് നിലവിൽ 300 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നത് 17% വർദ്ധിക്കുമ്പോൾ 351 രൂപയാകും. രാജ്യത്തെ മൊബൈൽ നെറ്റ്വർക്ക് വ്യവസായത്തിന്റെ വളർച്ച പ്രതിവർഷം 1% മാത്രമാണ്. വോഡാഫോൺ ഐഡിയയുടെ വിപണി വിഹിതം 2018 സെപ്റ്റംബറിൽ 37.2% ഏകദേശം പകുതിയോളം ഇടിഞ്ഞ് 2023 ഡിസംബറിൽ 19.3% ഇതേ കാലയളവിൽ എയർടെലിന്റെ വിപണി വിഹിതം 29.4% നിന്ന് 33%, ജിയോയുടെ വിപണി വിഹിതം ഇതേ കാലയളവിൽ 21.6% നിന്ന് 39.7% വർദ്ധിച്ചിട്ടുണ്ട്.